എന്നീശോദൻ നാമം കാതിൽ എന്നീശോദൻ നാദം കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ ഈശോദൻ സ്നേഹം ല ല ല ല ല ല ലാ ല ല ലാ. സ്നേഹം വല്ലാത്തൊരു പ്രശ്നമാണല്ലേ. ഇന്നത്തെ വിഷയം അതാവാം. അതായത് ഭാര്യ ഭർത്താവിനോടാവാം, മറ്റ് റിലേഷൻസ് ആവാം, എന്തുമായിക്കൊള്ളട്ടെ, സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഓട്ടത്തിലാണ് എല്ലാവരും. എന്നാൽ ഇവർക്കറിയാം അവർ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം, പക്ഷെ അതിങ്ങനെയും കൂടി പിടിച്ച് പറിച്ചെടുക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ് അല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 5-6 പേരോടെങ്കിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരാഴ്ചക്കുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. മിക്കവരും പറയുന്നത് എന്താണെന്നറിയുമോ, ചേച്ചി ചേട്ടന് പണ്ടത്തെ പോലെ സ്നേഹമില്ല. മിക്കവാറും ഈ ലവ് മാരേജ് ഒക്കെ ആയിരുന്നവർ, അല്ലാത്തവർക്ക് പിന്നെ അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഈ ഒരു സ്റ്റേജിൽ നിന്ന് വന്നവരാകുമ്പോൾ, ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള, പക്ഷെ അവർക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അതായത് ആ ഒരു സ്റ്റേജിലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവർക്ക് ഈ ഒരു ഇത് മാത്രമേ ഉള്ളല്ലോ, വേറെ ഉത്തരവാദിത്തങ്ങളിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് സ്നേഹം സ്നേഹം സ്നേഹം, അങ്ങോട്ട് ഇരിയാൻ പാടില്ല, ഇങ്ങോട്ട് ഇരിയാൻ പാടില്ല, അങ്ങോട്ട് ഇരിഞ്ഞാൽ വിളിക്കണം, ഇങ്ങോട്ട് ഇരിഞ്ഞാൽ വിളിക്കണം, അങ്ങോട്ട് നോക്കിയാൽ വിളിക്കണം, ഇങ്ങോട്ട് നോക്കിയാൽ വിളിക്കണം, മൊത്തത്തിൽ ചറ പറ ഇല്ലേ. മൊബൈൽ ബില്ല് കണക്കിന് വരുന്ന സമയമാണതൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ഈ ഒരു ദാമ്പത്യത്തിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ, ഈ പറയുന്ന വിളിയും പരിപാടികളൊന്നും അതുപോലൊന്നും നടക്കത്തില്ല. അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളിലേക്ക് അങ്ങോട്ട് പോകും. അപ്പോഴാണ് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഭാര്യയ്ക്കൊരു സംശയം, എന്നോടൊരു സ്നേഹമില്ലേ, ഇനി വേറെന്തെങ്കിലും പ്രശ്നങ്ങളാണോ? എനിക്കെന്നാൽ എന്തുമാത്രം സ്നേഹം ഉണ്ടെന്നറിയാവോ ചേച്ചി, ആ പുള്ളിയുടെ അടുത്ത് എന്തുമാത്രം എത്രയധികം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിയാമോ. പക്ഷെ അതിൻ്റെ ഒരു തരുമ്പ് പോലും തിരിച്ചു കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് അയാളില്ലാണ്ട് പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, നമുക്ക് അവരോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരിക്കും, പക്ഷേ അവർക്കത് അറിയുകയും ചെയ്യാം. പക്ഷേ ഇങ്ങോട്ടല്ലോ, ഈ ചില സന്ദർഭങ്ങളിൽ അവരുടേതായ ജോലിയിലും ഉത്തരവാദിത്തങ്ങളിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന വാദങ്ങളൊന്നും അവിടെ നടക്കത്തില്ല. കാരണം അവിടെ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഞം വെട്ടണത് കഴിക്കാനുള്ളത് മുട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒഫീഷ്യൽ ഡ്യൂട്ടിയിലിരിക്കുന്ന സമയങ്ങളിലൊന്നും ഈ പറയുന്ന പോലൊന്നും ഒരു കാര്യങ്ങളും നടക്കുകയില്ല. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിൽ വേറൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ടു ഈവനിങ് നമ്മൾ ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നാൽ ഫ്രീ ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ജോലികളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാതിരാത്രി ആയാലും ഇവർക്ക് ഫോൺ കോൾസും തീരത്തില്ല, അതുപോലെ തന്നെ ഓൺ ഡ്യൂട്ടിയിലായിരിക്കും. അപ്പോഴൊക്കെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയായിരിക്കും പരിപാടികൾ. അതിൻ്റെ ഫ്രസ്ട്രേഷനിലും ഇറിറ്റേഷനിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ചൊറിഞ്ഞുകൊണ്ട് ചെന്നിട്ട് അതങ്ങനെയല്ലേ ഇതിങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്ന് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ അത് റെസ്പോണ്ട് ചെയ്തെന്ന് വരത്തില്ല, അല്ലെങ്കിൽ ആ റെസ്പോൺസ് വേറൊരു രീതിയിലായിരിക്കും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ മെസ്സേജുകൾ വിടുക, എവിടെയാ, എന്താ, എങ്ങോട്ടാ പോയേക്കുന്നത്, ഇപ്പം നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത്, എന്താ ഇത്ര വൈകിയത് എൻ്റെ കോൾ എടുക്കാനായിട്ട്, അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ്. അതായത് നമ്മുടെ ഉള്ളിൽ അപ്പോൾ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളാണ്. അന്ന് എൻ്റെ മുന്നിൽ വെച്ച് പലരുടെയും കോൾ കട്ട് ചെയ്തിട്ടുണ്ട്, പലരുടെയും കോൾ എടുക്കാതിരുന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ആരെങ്കിലും മുന്നിലുണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കുമോ, ഇതൊക്കെയാണ് ഇവരുടെ സംശയങ്ങൾ. ഇത് എന്തിനെങ്ങനെ സംശയിക്കണമെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങളല്ലായിരുന്നോ? നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരെയും കാണണമെന്നുണ്ടോ? റെയർ കേസുകളിൽ അങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചും കൊണ്ടൊരു 99% കേസുകളും ജെനുവിനായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കേട്ടോ, എനിക്കറിയത്തില്ല ഇവരുടെ സ്വഭാവമൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ അങ്ങനെ വിശ്വസിക്കുകയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ അവരെ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് അതും ഇതും പറഞ്ഞിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാതിരുന്നാൽ
ഒരു പരിധി വരെ നിങ്ങളോടുള്ള സമീപനം കറക്റ്റായിട്ട് തന്നെ അങ്ങോട്ട് പോകും. അതായത് ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ടൊരു ജോലിയിൽ ഇരിക്കുന്ന സമയത്ത്, വേറെ എന്തിലേക്കെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മളെ വിളിച്ച് മറ്റുള്ളവർ ഇറിറ്റേറ്റ് ചെയ്യുക, പ്രത്യേകിച്ചും ഭാര്യ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു അധികാരം കൂടുതലുള്ള ഒരു പൊസിഷനെത്തി അവർ നമ്മളെ വിളിച്ച് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 ചീത്തയൊക്കെ കേട്ടെന്നിരിക്കുക. അതൊക്കെ നിങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് പോകരുത്. അവരെ അവരുടേതായ ഫ്രീഡത്തിലേക്ക് വിട്ടേക്കാം. നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? അതായത് അവർക്ക് അവരിലുള്ള എന്തെങ്കിലും ഒരു ക്വാളിറ്റി ആയിരിക്കുമല്ലോ. അവർ ഓരോരുത്തരിലും എടുക്കുന്ന ആ ഒരു പരിഗണന, നിങ്ങളോടുള്ള ആ ഒരു പരിഗണനയും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി കണ്ടിട്ടായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഉറച്ച തീരുമാനങ്ങൾ കണ്ടിട്ടായിരിക്കും. അപ്പം എന്നോടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നെയും അത്രയധികം സ്നേഹിക്കും, എന്നോടും അത്രമാത്രം ഉത്തരവാദിത്തം കാണിക്കും എന്നൊരു പ്രതീക്ഷയിലല്ലേ നിങ്ങൾ ഈ വിവാഹത്തിലേക്ക് വന്ന് ചാടിയത്. അപ്പം ആ പ്രതീക്ഷ ഇത് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പാടെ മറന്നു കളയാൻ പാടുണ്ടോ? പാടില്ല. അവരെ അവരുടേതായ ഒരു സ്പേസ് കൊടുത്ത് വിടുക. എല്ലാവർക്കും അവരവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ അവരവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം ഉണ്ടാവും. ഒരാളെ കഴുത്തിൽ നിന്ന് കുടിക്കുകയെന്ന് വിചാരിച്ചും കൊണ്ട് ഇതെല്ലാം മാറ്റിവെക്കാൻ ആരെങ്കിലും തയ്യാറാവോ? ഇല്ലല്ലോ. അതിനപ്പുറം പോകുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പം അവർ അങ്ങോട്ടും തിരിയാൻ പാടില്ല, ഇങ്ങോട്ടും തിരിയാൻ പാടില്ല. ഒരുമാതിരി ഈ എന്താ പറയുക, എന്താണ്ട് പറയില്ലായിരുന്നോ, അങ്ങോട്ട് ചാടറ കുച്ചിരാമ ഇങ്ങോട്ട് ചാടറ കുച്ചിരാമ എന്നും പറഞ്ഞുകൊണ്ട് വള്ളിയും കെട്ടിക്കൊണ്ട് നടക്കുന്ന പോലെ നമ്മൾ ഫുൾ ടൈം ഇവരുടെ പുറകെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇറിറ്റേഷനാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല, എനിക്ക് എന്നെ വിളിച്ചേ പറ്റില്ല, എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, നീയേ ശരണം, എൻ്റെ സ്നേഹവും എൻ്റെ ചുറ്റുപാടും ഞാൻ എൻ്റെ ജീവിതം തന്നെ നിന്നെ ചുറ്റിപ്പറ്റിയാണ്. അങ്ങനെയുള്ള പറച്ചിലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതികളോ ഒന്നും അവർക്കൊന്നും കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അതിനൊന്നും വലിയ വിലയില്ലെന്നൊക്കെ അവർ ഇതിലേ കേട്ട് ഇതിലേ അങ്ങോട്ട് വിടുകയുള്ളൂ. അതിന് പകരമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്ക്. ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നു, ഒരുപാട് പേരത് ചെയ്ത് വിജയിച്ചു എന്നുള്ള റിപ്ലൈയും കിട്ടിയായിരുന്നു കേട്ടോ. അതായത് അവരില്ലെങ്കിലും എനിക്ക് സന്തോഷം ഉണ്ടാവും. അതായത് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ മാത്രം മനസ്സിൽ കണ്ട് നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം അതിന് ചുറ്റുപറ്റും ആയിരിക്കരുത്. മറ്റുള്ള കാര്യങ്ങളിലേക്കും കൂടെ ഇൻവോൾവ് ആക്കുക. ആ ഒരാൾ അവിടെ കുറച്ച് സമയം ഇല്ലെങ്കിലും നമ്മൾ മറ്റു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ശീലിക്കണം. അതല്ലാതെ ആ ഒരു വ്യക്തി എൻ്റെ അടുത്തുണ്ടെങ്കിലേ എനിക്ക് സന്തോഷം വരത്തുള്ളൂ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചാലേ എനിക്ക് സന്തോഷം വരത്തുള്ളൂ, ഇല്ലെങ്കിൽ ആ വ്യക്തി ഇല്ലെങ്കിൽ എനിക്ക് ജീവിതമേ ഇല്ല, സന്തോഷമേ ഇല്ല, അങ്ങനെയുള്ള ചിന്താഗതികൾ മാറ്റിവെക്കുക. അപ്പോൾ അവർക്കൊരു തോന്നലുണ്ടാവണം, ഞാനില്ലെങ്കിലും അവർക്ക് സന്തോഷമുണ്ടാവും എന്നൊരു ചിന്ത വന്നു കഴിയുമ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അല്ലാണ്ട് ഈ അങ്ങ് അങ്ങോട്ട് പറയുകയാണ്, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, നിന്നെ ചുറ്റുമാണ് എൻ്റെ സന്തോഷം ഇരിക്കുന്നത്, നീ ഇല്ലെങ്കിൽ എനിക്ക് വിഷമമാണ്, എനിക്ക് കുറച്ച് സമയം പോലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് വിളിക്കുക അങ്ങനെ പറയരുത്. ഒരു വിലയും തരത്തില്ല. കാര്യം നമ്മുടെ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ ലവറായിരിക്കും, ആരെങ്കിലൊക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ ഇത് നമ്മളെപ്പോഴും മനസ്സിൽ കരുതുക. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറച്ച് തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതുമായിട്ട് എൻഗേജ്ഡ് ആയിക്കൊള്ളുക. ഓരോന്നിനും ഓരോ സമയം കൊടുക്കണം. നമ്മൾ ഒഫീഷ്യൽ ടൈമിലിരിക്കുന്ന സമയങ്ങളിൽ ഒഫീഷ്യൽ ആയിട്ട് തന്നെ അവരവിടെ ഇരുന്നോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മുട്ടിന് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുക. ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. ഏത് നേരം ഹരി വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവൾ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ അവർ ലൈനടിച്ച് നടക്കുന്ന സമയത്ത് ഇവരിതൊക്കെ സഹിച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷേ തൻ്റെ അധികാര പരിധിയിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ വക പരിപാടികളൊന്നും അവർക്കൊന്നും പിടിക്കുകയില്ല. അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുത്ത്, സ്വൈര്യം കൊടുത്ത്, സമാധാനം കൊടുത്ത് നിങ്ങളൊന്ന് ഇരുന്ന് നോക്കിക്കേ, ഒരു പ്രശ്നമില്ല. പിന്നെ ചിലരുണ്ട് കേട്ടോ, കള്ളത്തരം കാണിക്കുന്ന ചില ബിരുദന്മാരുണ്ട്. അവരെയും ഈ പറയുന്ന രീതിയിലൊക്കെ തന്നെ കൈകാര്യം ചെയ്യേണ്ടത്. അതായത് അവരില്ലെങ്കിലും ഞാൻ സന്തോഷിക്കും എന്നൊരു സ്റ്റേജ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളെ വിട്ടുപോവാതെ അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോവാതെ അവരവിടെ ഒരു കെട്ടിട്ട് വെച്ചേക്കും. ആ ഒരു അടുപ്പം എപ്പോഴും കാത്തു സൂക്ഷിക്കും എന്നുള്ളതാണ് അനുഭവസ്ഥർ പറഞ്ഞതും പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്തിട്ടത് വിജയിച്ചിട്ടുള്ള കാര്യവും ഒക്കെയാണ്. എപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അതിനെന്താ പറയുക, റിവേഴ്സ് സൈക്കോളജി എന്ന് പറയും ഈ സംഭവത്തിന്. അതായത് നമുക്ക് മെൻ്റലി അവരില്ലാതെ പറ്റില്ലായിരിക്കാം, അവരത്രമാത്രം ഇഷ്ടമായിരിക്കാം. അതായത് നമ്മൾ വേറൊരു കാര്യത്തിലേക്കും ഇൻവോൾവ് അല്ല. പ്രത്യേകിച്ചും ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കാണ് ഈ സൂക്കേട് കൂടുതൽ. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചുറ്റുപാട് അതിനപ്പുറത്തേക്ക് ഇറങ്ങുന്നില്ല, മറ്റുള്ളവരുമായിട്ട് കാണുന്നില്ല, മിങ്കിൾ ചെയ്യുന്നില്ല, അവിടെ അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ചിന്താഗതികൾ ഫുള്ള് ഈ ആളെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും. ഇവരെ സംബന്ധിച്ച് ഇവർ ഓഫീസിലാണ് അല്ലെങ്കിൽ പുറത്താണ്, ബിസിനസ് കാര്യങ്ങൾക്കായിരിക്കും, എങ്ങനെയുമായിരിക്കും ഇവർ മറ്റുള്ള ആളുകളുടെ ഇടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും
അവർക്ക് എപ്പോഴും നമ്മളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയും കാര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. അവരവരുടേതായ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും. നിങ്ങളും കുറച്ച് പേരുടെ ഇടയിലൊന്ന് പോയി നിന്ന് നോക്കിയിട്ട് 10 മിനിറ്റ് നിങ്ങൾ വേറെ ആരുടെങ്കിലും നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവോൾവ് ആവണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും ഈ പുള്ളിയും ചിന്തിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ലല്ലോ. അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. മനസ്സിലായോ? അപ്പം അവരെ അവരുടേതായ സ്പേസിലേക്ക് വിട്ടുകൊടുക്കാം. പിന്നെ അതായത് ഇപ്പം എന്താ പറയുക, എന്ന് കരുതിക്കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങനെ അവോയ്ഡ് ചെയ്ത് കളയണം എന്നല്ല പറയുന്നത്. ഒരു ചരട് കയ്യിൽ വേണം, അത് വേറൊരു കാര്യം. പക്ഷേ എങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ ഇതേന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അവരുടേതായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ചില സമയങ്ങളിൽ ചിലർക്ക് ഡ്യൂട്ടി ടൈം കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ അതിനകത്തേക്ക് ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ഹാഫ് ഇയർലി ക്ലോസിങ്, ഇയർലി ക്ലോസിങ്, ക്വാർട്ടർലി ക്ലോസിങ്, അങ്ങനെ സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ബിസി ആയിരിക്കും. ചിലർ പറഞ്ഞെന്താണെന്നറിയോ, എപ്പോൾ നോക്കിയാലും ഓൺലൈനുണ്ട് ചേച്ചി, പക്ഷെ വിളിച്ചാൽ എടുക്കത്തില്ല, മെസ്സേജ് നോക്കത്തില്ല. ഇതാരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെയാണ് എൻ്റെ പൊന്നെ. ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഫീസിൽ നിന്നൊക്കെ വെച്ചാൽ ഒരുപാട് കാര്യങ്ങളാണ് അവർക്ക് മെയിൽ ചെയ്യാൻ കാണും. വാട്സപ്പ് തന്നെ മറ്റുള്ള ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇവരോടൊക്കെ സംസാരിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പെണ്ണുങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാനാണെന്നുള്ളൊരു ചിന്താഗതി ഇങ്ങോട്ട് പാടേ മാറ്റി വയ്ക്കുക. ഈ പറഞ്ഞു കൊടുക്കുന്നതിനൊരു പരിധിയുണ്ട് ഇഷ്ടാ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഈ വൈഫൈ ഉള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മിക്ക ഓഫീസുകളിലും വൈഫൈ ഉണ്ട്. ഈ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഫുൾ ടൈം ഓൺലൈൻ കാണിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ അതിനകത്ത് കയറി മാന്തിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഇത് ഓൺലൈൻ എന്ന് കാണിക്കുകയുള്ളൂ എന്നില്ല. നമ്മുടെ വൈഫൈ ഓണാണ്, നെറ്റ് കവറേജിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് വൈഫൈ ഓൺ ചെയ്തിട്ട് കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫോണിൽ ഓൺ ചെയ്തിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഫുൾ ടൈം ഓൺലൈൻ ആവും. ഉദാഹരണം, എൻ്റെ ഫോൺ ഫുൾ ടൈം, അതായത് അത് ഓൺലൈനിലായിരിക്കും. അന്ന് കരുതിക്കൊണ്ട് ഞാൻ ഏത് നേരം ഇതിനകത്ത് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. വേണമെന്നുണ്ടെങ്കിൽ 2 ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് പിന്നെ ഓഫ് ചെയ്യുന്നിടം വരെ ഓൺലൈൻ എന്ന് കാണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആ ഫോൺ എവിടെയെങ്കിലും ഇട്ടിട്ട് പോയാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി, അവരെയും മനസ്സിലാക്കി, നിങ്ങളുടെ ആ ഒരു സന്തോഷം അവരിൽ ചുറ്റിപ്പറ്റി മാത്രം ഒതുക്കാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കൂടെ വ്യാപിപ്പിച്ച് അവർ കുറച്ചു നേരം അവിടെ നിന്ന് വിട്ടു നിന്നാലും നമ്മൾ ഹാപ്പി ആയിരിക്കും. എൻ്റെ മനസ്സിൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്തണം. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുക. മറ്റെന്തിലേക്കെങ്കിലുമൊക്കെ ഇൻവോൾവ് ആയിട്ട് അത് ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുക എന്ന് മാത്രമേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിന്തിച്ച് പണ്ടാരടങ്ങി പോകും. ഇത് മാത്രം ചിന്തിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. മനസ്സമാധാനം എന്ന് പറയണ സാധനം നമ്മുടെ ഏരിയയിൽ വരത്തില്ല. സത്യമാണോ എന്നൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പം ഇതുപോലുള്ള ഊരാക്കുടുക്കുകളിലൊക്കെ ചെന്ന് ചാടാം. അതായത് നൂലാമാലകളിൽ അകപ്പെട്ട് വെപ്രാളപ്പെട്ട് ജീവിതം വെറുതെ നശിപ്പിക്കേണ്ട. അവർക്കൊന്നും യാതൊരു പ്രശ്നവും കാണുകയില്ല. ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാണ്. മനസ്സിലായോ? അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കി, അവരെ മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ കുടുംബത്തിലുള്ള ഒരു മെമ്പർ ആശേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ആശേച്ചിയെ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തലേ ദിവസമെങ്കിലും നമ്മളോട് പറഞ്ഞെങ്കിലല്ലേ നമ്മൾ അറിയത്തുള്ളൂ. ഇപ്പോൾ ദേ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അതാണ് ഇന്നലെയാണ് ചേച്ചി പറഞ്ഞത്, ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് തൊട്ട് തലേദിവസമായിരുന്നെങ്കിൽ ഇന്നലെ എനിക്ക് വിഷ് ചെയ്യായിരുന്നു. എന്തായാലും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു കേട്ടോ ആ ചേച്ചിക്ക്. അപ്പം ആർക്കെങ്കിലും ഒക്കെ വിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ആ ചേച്ചീനൊന്ന് വിഷ് ചെയ്യുക. ആ ചേച്ചിക്ക് അത് സന്തോഷമാവും അല്ലേ? നമ്മുടെ ആ ഒരു ഫാമിലിയിൽ എല്ലാവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വിഷ് ചെയ്യുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഫ്രണ്ട്ഷിപ്പ് എല്ലാത്തിനും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു പരിധി വരെ ഉണ്ടല്ലോ സമാധാനം കിട്ടുന്നൊരു സംഭവമാണ്. എല്ലാവരും നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക. ഓരോരുത്തർക്ക് അവരവരുടേതായ സ്പേസ് കൊടുക്കുക. നിങ്ങൾക്കിനി ഇങ്ങനെ സ്നേഹം കവിഞ്ഞൊഴുകുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിനെ സ്നേഹിച്ചോളൂ. അതിപ്പോൾ കൃഷ്ണനാവട്ടെ, ക്രിസ്തു ആവട്ടെ, അള്ളാഹു ആവട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അതിലേക്ക് അങ്ങോട്ട് കൊടുത്തരേ. മനസ്സിലായോ? അതാണ് ഏറ്റവും നല്ലത്. സന്തോഷം കിട്ടും, സമാധാനം കിട്ടും. കൂടെ ഇവരെയും കൂടെ സ്നേഹിച്ചോ. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കാൻ മറന്നു പോകില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.